ബിജുടെ നല്ല വലിയൊരു പോത്തല്ലേ? അതെ അതെ. പെരുന്നാൾ കണക്കാക്കി നിങ്ങൾ കൊണ്ടുവരുന്നതാണ് ഇത്? പെരുന്നാളിന്റെ പോത്താ, പെരുന്നാൾ പറ്റിയതാ. പെരുന്നാൾ പറ്റിയ സാധനങ്ങളല്ലേ? പെരുന്നാൾ കണക്കാക്കിയുള്ള പോത്താ. ഈ ലോഡിനകത്ത് കൂടുതൽ എങ്ങനെയാണ് വന്നേക്കുന്നത്? ഫുള്ള് പകുതി ഒരു 8-10 അതുപോലത്തെ വരുന്നുണ്ട്. വലിയത് തന്നെ വലുത് പെരുന്നാളിന് വേണ്ടി മാത്രമായിട്ട്? പെരുന്നാളിന് വേണ്ടി മാത്രം. ഓക്കെ. ബാക്കിയെല്ലാം 150, 170, ഇത് 230 കിലോ, 250 കിലോ ഉണ്ട്. നല്ല വലിയൊരു പോത്ത അല്ലേ? ഓക്കെ. നല്ല ഹൈറ്റ് ഇപ്പൊ തന്നെ ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു 4-5 മാസം കൊണ്ട് തന്നെ നമുക്ക് ഇറച്ചി 4-5 മാസം കൊണ്ട് നല്ല കിട്ടും. ഓക്കെ. അത്യാവശ്യം നല്ല ഇറച്ചി കയറിക്കോളൂ അല്ലേ? ഒരു നമുക്ക് പെരുന്നാളൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു 500 കിലോ വരുമോ? 500 കിലോ വരുന്നുണ്ടോ? ഇതിന്റെ ഒരു ഡബിൾ തൂക്കം വരും. പിന്നെ നമ്മളിത് സാധാരണ കർഷകർക്ക് വേണ്ടിയുള്ള വളർത്തു പോത്തുകൾ അല്ലേ? സാധാരണ വളർത്തുന്ന പോത്ത് അടുത്ത കൊല്ലത്തേക്ക് ഒരു വർഷം കഴിഞ്ഞ് നമുക്ക് അവിടെ നിപ്പോണ്ട് കുറെ കുട്ടികളുണ്ട്. അവിടെ ഇറങ്ങിയിട്ടുണ്ടല്ലേ? ലോഡ് എപ്പോഴും എത്തിയത്? രാവിലെ എത്തിയോണ്ടല്ലേ? ഓക്കെ. നമുക്ക് ഇത് ഷെഡിനകത്ത് കുറച്ച് കുട്ടികളുണ്ട്, പിന്നെ ബാക്കി കുറച്ച് കൂടെ അതെല്ലാം പോയാന്ന് തോന്നുന്നു. അതെല്ലാം മാറ്റി നമ്മൾ അതുകൊണ്ട് അവിടെ എല്ലാം കിട്ടുന്നുണ്ടല്ലേ? നമ്മൾ അതെല്ലാം മാറ്റി കർഷകർ വന്ന് ആൾക്കാർ വന്ന് വാങ്ങിച്ചിട്ട് മാറ്റി കിട്ടിയേക്കാണ്. ആ കാണുന്ന വെളി കാണുന്നതല്ല തന്നെ ബാക്കിയുള്ള ഇത്രയും കുട്ടികളാണ്. ബിജുടെ അതുപോലെ നമുക്ക് വിലയും ഭാവം ഒക്കെ ഇങ്ങനെ കൂടിയിട്ടുണ്ടല്ലേ? അവിടെ ഭയങ്കര വിലയായി പോയി. നമ്മുടെ പണ്ടൊക്കെ നമ്മൾ 125 രൂപ കൊടുത്തു, അവിടെ ഭയങ്കര പോയി. അപ്പൊ നമുക്ക് അതുകൊണ്ടായി പല ഫാമുകളിലും നമുക്ക് കുറച്ച് ഗ്യാപ്പ് വന്നല്ലേ? ഗ്യാപ്പ് എന്ന് വെച്ചാൽ ഇതിപ്പോ വില കൂടി. ഇതിപ്പോ കൂടുതൽ വലിയ ബുദ്ധിമുട്ടല്ലേ? നമുക്ക് അതനുസരിച്ച് കൂട്ടാനും പറ്റത്തില്ല. കൂട്ടാൻ പറ്റും. 200 രൂപ മുകളിലൊക്കെ ആയി, 200 രൂപ ആയി. 200 രൂപ മുകളിലൊക്കെ വളർത്തുന്നത്. അപ്പൊ വളത്തിന് തന്നെ കിട്ടും.